ഹലോ എവ്രി വൺ. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടിയതുകൊണ്ട് എനിക്കിഷ്ടമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ പറ്റി. അങ്ങനെയുള്ള ദിവസങ്ങളിൽ കുറച്ചധികം പോസിറ്റിവിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ പതിവില്ലാതെ ഞങ്ങളിന്ന് നടക്കാനൊക്കെ പോയി. സാധാരണ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോൾ സമീറ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. നടത്തൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ തിരിച്ചെത്തി. റീലിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നു, ഒരു ആനക്കുട്ടി. അതിന് ഞാൻ ജീനി എന്ന് പേരിട്ടു. ഓഫീസിലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന്ന് നേരെ പോയത് ഗ്രീൻസ് അങ്ങാടിയിലേക്കാണ്. അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. റിയൽ കുറച്ചധികം സമയം അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു ബില്ലിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കാനിട്ട പ്ലാൻ നൈസായിട്ടങ്ങ് ക്യാൻസലായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗിഫ്റ്റ് ഷോപ്പിൽ പോയി ഒരു ഫ്രെയിം വാങ്ങി തിരിച്ചെത്തി കഴിഞ്ഞപ്പം ഞാൻ ലൈറ്റായിട്ടൊന്ന് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഓംലെറ്റാണ്. അപ്പം സാധാരണ ഓംലെറ്റ് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ സവാള, പച്ചമുളക്, തക്കാളി, അതുപോലെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ മുട്ടയൊന്ന് അടിച്ചു വയ്ക്കാം. ഇന്ന് ഞാൻ മുട്ടയിൽ ഓംലെറ്റിൽ ഞാൻ മഷ്റൂംസ് സ്റ്റഫ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം മഷ്റൂം ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാനൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ അതിലേക്ക് ഇത്തിരി ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് ബട്ടർ മതി, മഷ്റൂമിന് ഒരുപാട് ബട്ടറിൻ്റെ ആവശ്യമില്ല. എന്നിട്ടും ബട്ടർ ഒന്ന് മെൽട്ടായി വന്ന സമയത്ത് ഞാനിപ്പം ഒരു മഷ്റൂം അതിലേക്ക് ഇട്ട് കൊടുത്തു. മഷ്റൂമിലേക്ക് ഞാൻ 2 വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളതുകൊണ്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കാം. ഇച്ചിരി ഉപ്പ് കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിലൊന്ന് വഴറ്റി വയ്ക്കാം. അപ്പം അതൊന്ന് വെള്ളം ഇറങ്ങി വരും. വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓംലെറ്റ് ശരിയാക്കി എടുക്കാൻ പോവുകയാണ്. സെയിം പാനിൽ തന്നെ ഒരു ഇച്ചിരി ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ആ സെയിം പാനിലേക്ക് തന്നെ ഞാൻ മുട്ടയുടെ ഒരു അടിച്ചു വെച്ചിരിക്കുന്നത് ഞാനത് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒന്ന് പിടിച്ചു വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് എല്ലായിടത്തേക്കും ഒന്ന് ഇവൻലി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് മുട്ടയിൽ മുങ്ങി നിൽക്കണം, എന്നാൽ മാത്രമേ അതിൽ പിടിച്ചിരിക്കുള്ളൂ, അല്ലെങ്കിൽ അത് വിട്ട് പോകും മറച്ചിടുന്ന സമയത്ത്. എന്നിട്ടതൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിക്കുന്ന സമയത്ത് ഒരു പാൻ കേക്ക് പോലെ അതിങ്ങനെ പൊങ്ങി വരും. അത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചില ആൾക്കാർക്ക് ഒരു സൈഡ് വേവുന്നതാണല്ലോ ഇഷ്ടം. ഇതാണ് ഇന്ന് രാത്രി ഞാൻ കഴിക്കാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ എന്നാൽ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓക്കെ, ബൈ.